ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകം മുഴുവൻ ചുറ്റിയാലും നമുക്ക് എന്താണോ വേണ്ടത് അത് ലഭിക്കുകയില്ല. നമുക്ക് പൂർണ്ണത കൈവരിക്കാനും സാധിക്കുകയില്ല. അതുപോലെ നമ്മുടെ അഭീഷ്ടങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങൾ തോറും വഴിപാടുകൾ നടത്തുന്ന ആളുകളുണ്ട്. ക്ഷേത്രങ്ങൾ തോറും ദർശനം നടത്തുന്നവരുണ്ട്. അവർക്ക് താൽക്കാലികമായ ഒരു സമാധാനം കിട്ടും. മാത്രമല്ല, ഭക്തി ഉണ്ടാവാനും അത് സഹായിക്കുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ ചെന്നാൽ നാം അറിയേണ്ടത് ആ ക്ഷേത്രജ്ഞൻ ആരാണോ അതാണ് നമ്മുടെ ഓരോരുത്തരെയും ഗാത്രമാകുന്ന ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നത് എന്ന ബോധം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവണം. നാം നേരെ കൈകൾ കൂപ്പുന്നു വാസ്തവത്തിൽ ആ വിഗ്രഹത്തെ ദർശിച്ചുകൊണ്ട്. അതിൻ്റെ അർത്ഥം ശരിക്കും ആ വിഗ്രഹത്തിൽ നാം ഏതൊന്നിനെ സങ്കല്പിക്കുന്നുവോ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയാന്തർഭാഗത്തിരിക്കുന്നത്. അതാണ് 18 പടി കയറി ചെല്ലുമ്പോൾ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. നീ ഏതൊന്നിനെ അന്വേഷിച്ചാണോ വന്നിരിക്കുന്നത് അത് നീ തന്നെയാണ് തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നാം എന്തു ചെയ്യണം? അതിന് ലോകം മുഴുവൻ ചുറ്റിയാലൊന്നും അത് നമുക്ക് ആ അറിവ് ലഭിക്കുകയില്ല. ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും, ക്ഷേത്രത്തിൽ പൂട്ടു തുറക്കുകയില്ല, ഗാത്രേ വസിക്കുന്ന ദേവനെ കാണില്ല, ആർത്തി നശിക്കില്ല, സത്യം തന്നെ. ഇത് നമ്മളെ നിരന്തരം വിചാരം ചെയ്യേണ്ടതാണ്. ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും. ഒരു ഭക്തി ഉണ്ടാകാൻ ആദ്യത്തെ പടിയാണ് ക്ഷേത്ര ദർശനം. അങ്ങനെ എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ അവിടെയെല്ലാം ചുറ്റി സഞ്ചരിച്ച് കാണാറുണ്ട്. അങ്ങനെ അത് തന്നെ ജീവിതത്തിൻ്റെ ഒരു വ്രതമായിട്ട് കണ്ടാൽ ഒരിക്കലും സത്യത്തെ അറിയാൻ സാധിക്കുകയില്ല. അതാണ് ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും, ക്ഷേത്രത്തിൻ പൂട്ടു തുറക്കുകയില്ല. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ പൂട്ട് തുറക്കാതെ അവിടെ ബന്ധനസ്ഥനായിട്ട് ഇരിക്കുന്നു സർവേശ്വരൻ. ആ പൂട്ട് തുറക്കണം നമ്മൾ. ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും, ക്ഷേത്രത്തിൻ പൂട്ടു തുറക്കുകയില്ല, ഗാത്രേ വസിക്കുന്ന ദേവനെ കാണില്ല. ഈ ശരീരത്തിൽ വാഴുന്ന ദേവനെ നമ്മൾക്കൊരിക്കലും കാണാൻ കഴിയില്ല. നമ്മുടെ ദൃഷ്ടി മുഴുവൻ ബഹിർഭാഗത്താണ്, ദൃശ്യങ്ങളിലാണ്. പക്ഷേ ദൃക്കിനെ കാണണം നമ്മൾ. ദൃക്കിനെ കാണുകയല്ല ചെയ്യുന്നത്, ബോധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങളെയൊക്കെ കാണുന്നത് ആരാണോ അതാണ് ദൃക്ക്. ആ ദൃക്കാണ് ക്ഷേത്രജ്ഞനായിരിക്കുന്നത്. ആ ദൃക്കാണ് സർവേശ്വരൻ എന്ന ബോധം നമുക്കുണ്ടാവണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് അറിയുകയും പിന്നീട് അതിനെക്കുറിച്ച് നിരന്തരം ഭാവന ചെയ്ത് ഉറപ്പിക്കുകയും വേണം. യദ്ഭാവോ തദ്ഭവതി. എപ്രകാരമാണോ നമ്മുടെ മനസ്സിൽ ഭാവിക്കുന്നത് അതുപോലെ ഭവിക്കുന്നതാണ്. നമ്മൾ സങ്കല്പം കൊണ്ട് ഒരു ക്ഷേത്രമുണ്ടാക്കി, അതിൽ വിഗ്രഹമുണ്ടാക്കി, അതിൽ ദൈവത്തെ സങ്കല്പിച്ച് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി നാം ആ വിഗ്രഹത്തിൽ ദേവനെ കാണുന്നു. പക്ഷേ അത് മനുഷ്യരാൽ നിർമ്മിതമായതാണ്. ആ ക്ഷേത്രവും മനുഷ്യരുണ്ടാക്കിയതാണ്. എന്നാൽ ദൈവം നിർമ്മിച്ച ഒരു ക്ഷേത്രം ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതി എന്നാണ്. ഈ ശരീരമാണ് ദൈവനിർമ്മിതമായ ക്ഷേത്രം. ഇതിനകത്താണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഇതിൽ സ്വയംഭൂവായിട്ട് ഇതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ സർവേശ്വരനാണ് ഈ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട്. അതിനെ നമ്മൾ നിരന്തരം നിത്യവും പൂജിക്കുന്നു. ഈ ദേഹത്തെ നിലനിർത്തുന്നു. ആഹാരത്തിലൂടെയും കുളിയിലൂടെയും വൃത്തികളിൽ കൂടിയെല്ലാം നമ്മൾ ശരീരത്തെ എപ്പോഴും പൂജിച്ചു കൊണ്ടിരിക്കുന്നു. ഗാത്രമാകുന്ന ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ ദേവൻ അവിടെ സ്വസ്ഥമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. അത് കാണിക്കുന്നതാണ് ഇന്ന് നാം നിർമ്മിച്ചിരിക്കുന്ന നമ്മളെ ഋഷിമാരുടെ സങ്കല്പങ്ങളാണ് ഈ ക്ഷേത്രം.
ആദ്യം ആ ക്ഷേത്രമുണ്ടാക്കി അതിലെ ദേവനെ കണ്ട് അതിലാ ദേവനെ നമ്മൾ ദർശിച്ച് ആ അവിടെയുള്ള ചിട്ടകളും ചര്യകളും നിഷ്ഠകളും ഒക്കെ തന്നെ ഗാത്രക്ഷേത്രത്തെ സംരക്ഷിക്കാനുള്ള പദ്ധതികളാണ്. അവിടെ വൃത്തിബോധം വേണം. കുളിച്ചിട്ടേ ക്ഷേത്രത്തിൽ പോകാവൂ, അവിടെ ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യരുത് എന്നെല്ലാം നമുക്ക് നിബന്ധനകൾ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അപ്രകാരം നമ്മുടെ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും നമ്മൾ സംരക്ഷിക്കണം. ഇതിൽ ദേവനിരിക്കുന്നു എന്ന ബോധം അവിടെ ചെല്ലുമ്പോൾ ലഭിക്കേണ്ടതാണ്. അതാണ് അവിടെ നിന്നും നമുക്ക് കിട്ടേണ്ടത്. അതിനാണ് മഹർഷിമാർ ഈ അറിവ് കിട്ടാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയും ആ ക്ഷേത്രങ്ങളിൽ സത്സംഗത്തിനുള്ള കളമൊരുക്കുകയും അവിടെ നിന്നും യഥാർത്ഥ ദേവനെ അറിയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഈ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ, അത് ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? നാം പുറത്തിറങ്ങുമ്പോൾ അവിടെയുമില്ലേ? അതുപോലെ നമ്മെ സദാസമയത്തും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമല്ല, ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും സർവേശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഊട്ടുന്നതും ഉണ്ടതിനെ ദഹിപ്പിക്കുന്നതും എല്ലാം ആ സർവേശ്വരൻ ആണ് എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ബോധം നമുക്കുണ്ടാകുമ്പോൾ ആ പരമമായ സംതൃപ്തിയും നിർവൃതിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെപ്പോഴും നമ്മൾ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. ക്ഷേത്രങ്ങൾ ചുറ്റിയാൽ ഗാത്രമാകും, ക്ഷേത്രത്തിൻ പൊട്ടു തുറക്കുകയില്ല, ഗാത്രേ വസിക്കുന്ന ദേവനെ കാണില്ല, ആർത്തി നശിക്കില്ല, സത്യം തന്നെ.